നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഫേക്ക് ഐഡി വെച്ച് ഇങ്ങനത്തെ മെസ്സേജും കാര്യങ്ങളൊക്കെ വിടുന്നത്. ഇത് കാണുമ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. എന്തായാലും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ലക്ഷറി ലൈഫാണെന്ന്. അങ്ങനത്തെ ഒരു ലക്ഷറി ലൈഫ് അനുഭവിക്കാനും ഒരു ഭാഗ്യം വേണ്ടേ? ആ ഭാഗ്യം ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ എടുത്ത് റീൽസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് വരുമാനം കിട്ടാനാണ്? ഇതിനകത്ത് എന്താണ് ഹാർഡ് വർക്ക്? അത് പോസ്റ്റ് ചെയ്യുന്നവർക്കും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അറിയുന്നവർക്കും മാത്രം അറിയാം ഇത് എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണെന്ന്. അത് ചെയ്യാത്തവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അതൊക്കെ പോട്ടെ, അങ്ങനെ പറഞ്ഞു വന്ന് ഞങ്ങൾ മിലാനിലെത്തി കേട്ടോ. മിലാൻ ഞങ്ങൾ സവോണയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള 9 ദിവസം ഞങ്ങൾ ഫാമിലി ആയിട്ട് ലക്ഷറി ക്രൂസ് ആയ കോസ്റ്റസ് മൊറാൽഡയിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. 2021 കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈം ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്തത്. അന്ന് ഞങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ് എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ക്രൂസിൽ ഞങ്ങളുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നത്. അത് പക്ഷേ 2 വർഷം ഞങ്ങൾക്ക് മിസ് ചെയ്തു. ഒന്ന് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും ലവിക്കുട്ടൻ 1 ഇയർ ആവാത്തത് കൊണ്ടും. ചില ക്രൂസിലൊക്കെ 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ അലൗ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏത് ക്രൂസാണ് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതിനനുസരിച്ചാണ് അവർ ഏജും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ റൂമിൽ കയറി നേരെ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങളുടെ 5th ഫ്ലോർ ആയിരുന്നു. പപ്പാടെ മമ്മിയുടെ റെനിയുടെ 4th ഫ്ലോർ ആയിരുന്നു. കഴിഞ്ഞ റീലിൽ മിക്ക ആളുകളും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, പപ്പായ്ക്കും മമ്മിക്കും ഷെങ്കൻ വിസ എവിടെ നിന്നാണ് അപ്ലൈ ചെയ്തതെന്ന്. അവർക്ക് ആദ്യം നാട്ടിൽ നിന്ന് UK വിസ അപ്ലൈ ചെയ്തു. അത് വന്നതിന് ശേഷമാണ് നമ്മൾ ഷെങ്കൻ വിസ അപ്ലൈ ചെയ്തത്. 6 months ആണ് കിട്ടിയത്. എനിക്കും റെനിക്കും ഞങ്ങൾ UKയിൽ നിന്നാണ് അപ്ലൈ ചെയ്തത്. അതിനെല്ലാത്തിനും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് വിസാദാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ സെയിലിംഗ് ടൈം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും 18th ഫ്ലോറിലേക്ക് വന്നു കേട്ടോ. അവിടെ നിന്ന് സവോണ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. വിന്റർ സമയത്ത് പോയത് കൊണ്ട് ക്ലൈമറ്റ് ഓക്കെ ആവും ഞങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ദൈവം തമ്പുരാൻ നല്ല അടിപൊളി വെതറുമാണ് തന്നത്. എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വന്നത് റിസപ്ഷനിലേക്കാണ്. ലവിക്കുട്ടിന് ഫുഡ് അലർജിയുടെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണമായിരുന്നു. പുറത്തുനിന്നുള്ള ഒരു ഫുഡും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും അവർ അലൗ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അത് ചെന്ന് റിസപ്ഷനിൽ ചെന്ന് പറയണം. നമ്മൾ ഏത് സ്ഥലത്താണോ നാളെ ഡോക്ക് ചെയ്യുന്നത് അവിടുത്തെ ഫുഡാണ് ഇന്ന് ഡിന്നറിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ലവിക്കുട്ടിന് വേണ്ടി സജസ്റ്റ് ചെയ്തത് എഗ്ഗും കോൺഫ്ലവറും ഈസ്റ്റും അല്ലാത്ത എന്ത് ഫുഡും ലവി ഓക്കെയാണ്. പ്രത്യേകിച്ച് റൈസും ചപ്പാത്തി ആണെങ്കിൽ അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ലൈവ് ഷോയും കണ്ട് നല്ല സുഖം ഉറക്കം ഇറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ 8 മണിക്ക് നമ്മുടെ ക്രൂസ് ഡോക്ക് ചെയ്തിരിക്കുന്നത് മാർസെയിലാണ്. ഓരോ സ്ഥലത്ത് ഡോക്ക് ചെയ്യാൻ നേരത്തെ ടൈം ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്. 8 മണി തൊട്ട് 6 മണി വരെ ആയിരുന്നു മാർസെയിൽ. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെയായിരുന്നു മൊണാക്കോ എന്ന് പറഞ്ഞ കൺട്രിയും. 2 മണിക്കൂറത്തെ ഡ്രൈവേ ഉള്ളൂ. ഡ്രൈവ് ചെയ്ത് പോകേണ്ടവർക്ക് പോയി അവിടെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. തിരിച്ച് 5 മണിക്ക് മുമ്പേ കയറിയാൽ മതി. 6 മണിക്കാണ് ക്രൂസ് സെയിൽ ചെയ്യുന്നത്. അങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ കുറച്ച് ലെവീസ് ടൈം കൊടുക്കാന്ന് കരുതി ക്രൂസിൽ. അല്ലെങ്കിൽ അവന് ബോറടിക്കും. അവനെ കുറച്ച് ടയർഡാക്കി ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. 2 ചോയ്സ് ആണ് നമുക്ക് ഡിന്നറിനുള്ളത്. അലാക്കാറ്റും ഉണ്ടായിരുന്നു, ബഫേ ഉണ്ടായിരുന്നു. ഞങ്ങൾ സെലക്ട് ചെയ്ത ഡൈനിങ് ആണ്. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാലോ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ലൈവ് ഷോ ഓൾമോസ്റ്റ് മിസ്സായനെ. അടുത്ത റീലിൽ ബാക്കി ക്രൂസ് വിശേഷമായിട്ട് കാണാം. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.